ഹായ്. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് രീതിയിൽ നോക്കുമ്പോഴാണ് ഫുട്ബോൾ ക്ലാസ് റൂമിനേക്കാൾ ബെറ്റർ ആവുക, അല്ലെങ്കിൽ ക്ലാസ് റൂമിൽ നിന്ന് പഠിക്കാൻ പറ്റാത്ത എന്താണ് കുട്ടികൾ ഫുട്ബോളിൽ നിന്ന് പഠിക്കുന്നത്, അവർക്ക് പഠിക്കാൻ പറ്റുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിൽ കിടക്കാം. ഓക്കെ, ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യുക. ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടി. ഓക്കെ, ഇതാണ് ഇപ്പോൾ നമ്മൾ എക്സാമ്പിൾ പറയാൻ യൂസ് ചെയ്യുന്ന ഒരു കുട്ടി. ഓക്കെ, അപ്പോൾ ഈ കുട്ടി ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കണം, എല്ലാവരും കളിയിലാണ്. അപ്പോൾ ഈ കുട്ടിയുടെ കയ്യിൽ ബോൾ കിട്ടി. ഓക്കെ, ബോൾ കയ്യിൽ കിട്ടിയ ഈ കുട്ടി എന്താ ചെയ്യുക? ബോൾ ഒന്നെങ്കിൽ പാസ് ചെയ്യും, അല്ലെങ്കിൽ ഡ്രിബിൾ ചെയ്യും, അല്ലെങ്കിൽ ഷൂട്ട് ചെയ്യും. അപ്പോൾ ഇതിൽ ഏത് ചെയ്യാനാണെങ്കിലും കുട്ടിക്ക് ആദ്യം സ്വന്തം ടീമിലെ പ്ലേയേഴ്സ് എവിടെയെന്ന് അറിയണം, അപ്പുറത്തെ എതിർ ടീമിലെ പ്ലേയേഴ്സ് എവിടെയാണ് നിൽക്കണമെന്ന് അറിയണം, എവിടെയൊക്കെയാണ് ഫ്രീ ആയിട്ട് സ്പേസ് ഉള്ളതെന്ന് അറിയണം. ഇതൊക്കെ അറിഞ്ഞിരിക്കണം. അപ്പോൾ ആ കുട്ടി ആദ്യം എന്ത് ചെയ്യണം? ഒബ്സർവ് ചെയ്യണം ഫീൽഡ്. ഒബ്സർവ് ചെയ്യണം. ഒബ്സർവ് ചെയ്തിട്ട് ഈ പറഞ്ഞ ഇൻഫർമേഷനൊക്കെ എടുത്തിട്ട് വേണം പാസ് ചെയ്യണോ, ഷൂട്ട് ചെയ്യണോ, ഡ്രിബിൾ ചെയ്യണോ എന്ന് തീരുമാനിക്കാൻ വേണ്ടിയിട്ട്. അതിനനുസരിച്ചിട്ട്, സാഹചര്യത്തിനനുസരിച്ചിട്ട്. അപ്പോൾ പാസ് ചെയ്യാൻ തീരുമാനിച്ചെന്ന് വെച്ചോ, അപ്പോൾ ആർക്ക് പാസ് കൊടുക്കണം? പാസ് കൊടുക്കുമ്പോൾ ആർക്ക് കൊടുത്താലാണ് ഗോൾ അടിക്കാൻ കൂടുതൽ ചാൻസ് ഉണ്ടാവുക? ഓക്കെ, ഇനി ഒരാൾക്ക് പാസ് കൊടുക്കാൻ തീരുമാനിച്ചാൽ ആ പാസ് എങ്ങനെ കൊടുക്കണം, എത്ര പവറിൽ കൊടുക്കണം, എത്ര കറക്റ്റ് ആംഗിളിൽ ആ പാസ് കൊടുക്കണം, അതുപോലെ ത്രൂ ബോളായിട്ട് കൊടുക്കണം, എങ്ങനെ കൊടുക്കണം, അതൊക്കെ തീരുമാനിച്ചിട്ട് ഈ കുട്ടി ഈ പാസ് കൊടുക്കും. ആ പാസ് അവിടെ കൊടുക്കലാണ്, ആ പാസ് കൊടുക്കുന്ന അതാണ് അവിടുത്തെ ആക്ഷൻ. പാസ് കൊടുത്തു. ഓക്കെ, ഇപ്പോൾ ഇവിടുത്തെ എക്സാമ്പിളിൽ പാസ് ഇങ്ങോട്ട് കൊടുത്തു എന്ന് വെച്ചോ. ഇനി ഈ പാസ് അവിടെ കിട്ടിയോ, ഒന്നെങ്കിൽ ഇയാൾ ഈ പാസ് കൊടുത്ത ആൾക്ക് ഒന്നെങ്കിൽ ഈ പാസ് റിസീവ് ആവും, അല്ലെങ്കിൽ റിസീവ് ആവുമല്ലോ. ഒന്നെങ്കിൽ ആ പാസ് അവിടെ കിട്ടും, അല്ലെങ്കിൽ കിട്ടൂല. രണ്ടിലേതെങ്കിലും ഒന്ന് നടക്കും. ഇനി ഈ പാസ് കിട്ടിയോ കിട്ടിയില്ലേ, പാസ് സക്സസ് ആയോ ഫെയിലായോ, അതാണ് അവിടുത്തെ എന്ത് ഫീഡ്ബാക്ക്. ഇനി ഈ ഫീഡ്ബാക്കിനനുസരിച്ചിട്ട് പാസ് ഒന്നെങ്കിൽ ചിലപ്പോൾ കിട്ടിയിട്ടുണ്ടാവില്ല. കിട്ടിയിട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് കിട്ടിയില്ല എന്ന് അവിടെ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ചിന്തിക്കും, നമ്മുടെ കയ്യിൽ നിന്നൊരു പാസ് മിസ്സായി കഴിഞ്ഞാൽ. അപ്പോൾ അവിടെ എന്തുകൊണ്ട് ആ പാസ് കിട്ടിയില്ല? ചിലപ്പോൾ പാസിന് കൊടുത്ത പവർ കൂടിപ്പോയി, ചിലപ്പോൾ ബോൾ തെറിച്ചു പോയി കയ്യിൽ നിന്ന്, നല്ലപോലെ ബോൾ റിസീവ് ചെയ്യാൻ പറ്റിയില്ല, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മിസ്റ്റേക്ക് ആയിരുന്നു. ഒബ്സർവേഷനിൽ അടുത്ത് വേറൊരു ടീംമേറ്റ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ എതിർ ടീമിൽ ഒരാൾ ഇവിടെ അടുത്തുണ്ടായിരുന്നു, ആൾ വന്ന് ബോൾ എടുത്ത്. അപ്പോൾ എന്താണ് ഒബ്സർവ് ചെയ്ത് വന്ന മിസ്റ്റേക്ക്. അപ്പോൾ എന്ത് മിസ്റ്റേക്കാണോ എന്ന് മനസ്സിലാക്കിയിട്ട് അത് അപ്പം തന്നെ പാസ്, എന്ത് മിസ്റ്റേക്കാണോ മനസ്സിലാക്കിയിട്ട് അപ്പം തന്നെ അടുത്ത പ്രാവശ്യം ഒന്നുകൂടെ നന്നായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഓർത്ത് വെക്കും, അല്ലെങ്കിൽ ബ്രെയിനിൽ അപ്ഡേറ്റ് ചെയ്യും. അപ്പോൾ അതിനെ പറയുമ്പോൾ ആ മാറ്റത്തിനെ പറയാം അഡാപ്റ്റ്. ഇതാണ് സംഭവം. ഇനിയിപ്പോൾ ഈ പാസ് അവിടെ കിട്ടിയെങ്കിൽ, ഉദ്ദേശിച്ച പോലെ കിട്ടിയെങ്കിൽ എന്ത് ചെയ്യും? ഇനിയും പാസ് കൊടുക്കുമ്പോൾ അതുപോലെ കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കും, അല്ലെങ്കിൽ അതിനനുസരിച്ചിട്ട് മാറ്റം വരുത്തും. അപ്പോൾ പാസ് മിസ്റ്റേക്ക് വന്നെങ്കിൽ പാസിൽ ആ മിസ്റ്റേക്ക് എന്താണോ അത് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചിട്ട് അടുത്ത പ്രാവശ്യം പാസ് കൊടുക്കുമ്പോൾ മാറ്റം വരുത്തും. അതാണ് ഈ അഡാപ്റ്റ് എന്ന് പറഞ്ഞ സംഭവം. അപ്പോൾ ഇതിപ്പോൾ ഞാൻ പാസ് കൊടുക്കുമ്പോൾ എന്ന് പറഞ്ഞ ഒരു എക്സാമ്പിളിൽ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഫുട്ബോൾ കളിക്കുന്ന എല്ലാവരും ഈ പറഞ്ഞ ലൂപ്പ് റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഫുട്ബോൾ കളിക്കുന്ന എല്ലാവരും ഓടിക്കൊണ്ടിരിക്കുകയാണ്, ഒരിക്കലും ഒരു സ്ഥലത്ത് ഇങ്ങനെ നിൽക്കുന്നില്ല കോൺസ്റ്റൻ്റ് ആയിട്ട്. അപ്പോൾ എന്താണ്, ഇവർ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കണം, എല്ലാവരുടെ പൊസിഷനിങ് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. കാരണം ഓരോരുത്തരുടെ പൊസിഷനിങ് മാറുന്നതിനനുസരിച്ചിട്ട് സ്പേസ് എവിടെയൊക്കെ ഉള്ളത് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ ലൂപ്പ് റണ്ണ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, ഇനി ക്ലാസ് റൂമിലില്ലാത്ത എന്താണ് ഇവിടെ ഉള്ളത് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യത്തെ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ഫീഡ്ബാക്ക് കിട്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ കുട്ടി ഒരു ആക്ഷൻ എടുത്തു, ഒബ്സർവ് ചെയ്ത ഒരു ഇൻഫർമേഷൻ അത് വെച്ചിട്ടൊരു ആക്ഷൻ എടുത്തു, ബോൾ ആളെ കണ്ട് മാർക്ക് ചെയ്ത് അവിടെ പാസ് കൊടുത്ത്. ആ പാസ് ഒന്നെങ്കിൽ അവിടെ കിട്ടും, അല്ലെങ്കിൽ കിട്ടൂല, അല്ലേ? പോസ്റ്റിലേക്ക് ഡയറക്റ്റ് ഷൂട്ട് ചെയ്ത് വെച്ചു, ഒന്നെങ്കിൽ പോസ്റ്റിൽ കയറും, അല്ലെങ്കിൽ കയറൂല. ഇനി കയറിയില്ലെങ്കിൽ എന്തുകൊണ്ട് കയറിയില്ല എന്ന് മനസ്സിലാക്കിയിട്ട് അടുത്ത പ്രാവശ്യം നല്ലപോലെ ഷൂട്ട് ചെയ്യാൻ നോക്കും. കയറിയെങ്കിൽ അത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കി അടുത്ത പ്രാവശ്യം അതുപോലെ ഷൂട്ട് ചെയ്യാൻ നോക്കും. ഇനി ബോൾ ഡ്രിബിൾ ചെയ്ത് പോകാൻ നോക്കി, ഒന്നെങ്കിൽ ബോൾ ഡ്രിബിൾ ചെയ്ത് കടന്ന് പോകാൻ പറ്റും, അല്ലെങ്കിൽ പറ്റൂല. ഏതെങ്കിലും ഒന്ന് അവിടെ അപ്പം തന്നെ നടക്കും. അവിടെ നടന്നിട്ട് അതിന് എന്താണോ കിട്ടിയത് അത് മനസ്സിലാക്കി പഠിച്ചിട്ട് അടുത്ത പ്രാവശ്യം ഒന്നുകൂടെ അടിപൊളിയായിട്ട് ചെയ്യും.
എന്താണോ അതിങ്ങനെ റൺ ചെയ്തുകൊണ്ടിരിക്കണം ലൂപ്പ്. അപ്പോൾ ഈ പറഞ്ഞ ഒബ്സർവ് ചെയ്യൽ ഇതൊക്കെ വെറും സെക്കൻഡോട് നടക്കുന്ന കാര്യങ്ങളാണ്. 5 സെക്കൻഡ് കൊണ്ടൊക്കെ ലൂപ്പ് റൺ ചെയ്ത് അപ്പം തന്നെ നടക്കുന്ന കാര്യങ്ങൾ. അതൊന്നും നമ്മൾ അവെയറല്ല. ഇനി രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഒരു തീരുമാനം എടുക്കാൻ കുട്ടികൾ പഠിക്കണം. അതും ചെറിയൊരു ടൈമിൽ. ഡിസിഷൻ മേക്കിംഗ് അണ്ടർ പ്രഷർ. ഈ ബോൾ കയ്യിൽ കിട്ടിയ കുട്ടി അടുത്ത എതിർ ടീമിലെ ആൾക്കാർ ബോൾ എടുക്കാൻ വന്നുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ പ്രഷർ കൂടിക്കൊണ്ടിരിക്കും. ബോൾ എത്ര നേരം കയ്യിൽ ഹോൾഡ് ചെയ്ത് വെക്കുന്നോ അതിനനുസരിച്ചിട്ട്. അപ്പോൾ ബോൾ കൊടുക്കാൻ വേണ്ടിയിട്ട് വെറും കുറച്ച് ചുരുങ്ങിയൊരു സെക്കൻഡുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അതിനുള്ളിൽ എന്ത് ചെയ്യണം തീരുമാനം എടുക്കണം. ഡ്രിബിൾ ചെയ്യണമെങ്കിൽ ഡ്രിബിൾ ചെയ്യണം, അല്ലെങ്കിൽ പാസ് കൊടുക്കുകയാണെങ്കിൽ അപ്പം തന്നെ ആരെ ഒബ്സർവ് ചെയ്ത് നോക്കി വെച്ചിട്ട് നല്ല പാസ് കൊടുക്കണം. അപ്പോൾ അതിനനുസരിച്ച് ഒരു ചുരുങ്ങിയ ടൈമിൽ അത്രയും ഇൻഫർമേഷൻ പ്രോസസ്സ് ചെയ്തിട്ട് അപ്പം തന്നെ ഒരു തീരുമാനം എടുക്കണം. ഇത് ലൈഫിലേക്ക് നല്ലോണം ഉപകാരപ്പെടുത്തുന്ന ഒരു സ്കില്ലാണ്. നമ്മുടെ ലൈഫിൽ എന്തൊക്കെ സംഭവം പെട്ടെന്ന് സംഭവിക്കും അതിനനുസരിച്ചിട്ട് നമ്മൾ പെട്ടെന്ന് ഒരു തീരുമാനം എടുക്കേണ്ട ആവശ്യം വരില്ലേ, അതിന് ഈ സ്കില്ല് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇതൊന്നും നമ്മൾ അവെയർ അല്ല എന്നുള്ളൂ. ഇനി മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞു ഇത്രയും ഇൻഫർമേഷൻ പ്രോസസ്സ് ചെയ്തിട്ട് ഒരു തീരുമാനം എടുക്കുന്നത് വെറും ചുരുങ്ങിയൊരു ടൈം ഫ്രെയിമിലാണ്. ചുരുങ്ങിയ 5-6 സെക്കൻഡിൽ എങ്ങനെയാണ് അത്രയും ഇൻഫർമേഷൻ പ്രോസസ്സ് ചെയ്തിട്ട് അപ്പം തന്നെ ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് അത്രയും കോൺസെൻട്രേഷനിൽ അവിടെ നിൽക്കുന്നത്, എങ്ങനെയാണ് അത്രയും ഇൻഫർമേഷൻ പ്രോസസ്സ് ചെയ്യാൻ പറ്റുന്നത്? അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഫുട്ബോൾ അതിൽ നന്നായിട്ട് കളിയിൽ മുഴുകി അതിൽ ഹരത്തിൽ കളിക്കുമ്പോൾ നമുക്ക് സമയം പോണ അറിയില്ല. ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മൾ സമയം പോണ അറിയില്ല, നമുക്കൊരു ഡിസ്ട്രാക്ഷൻസും ഇല്ല, നമ്മൾ വേറെ ഒന്നിനെ പറ്റി ചിന്തിക്കണില്ല. നമ്മുടെ മൈൻഡ് ആ കളിയിൽ മാത്രമാണ്. ഇവിടെ എന്താ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ബ്രെയിൻ കംപ്ലീറ്റ്ലി ആ പ്രസൻറ്റ് മൊമെൻറ്റിൽ ഫോക്കസ്ഡ് ആവുകയാണ്. അതാണ് സംഭവിക്കുന്നത്. അപ്പോൾ അതിന് പറയുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫ്ലോ സ്റ്റേറ്റിൽ മൈൻഡ് കയറുക എന്നാണ് പറയുക സൈക്കോളജിസ്റ്റുകൾ. അപ്പോൾ ഇതിൽ കയറിക്കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിൻ അത്രയും ഡീപ്പ് ഫോക്കസ് നമ്മുടെ ഫ്രണ്ടിലുള്ള എന്താണ് നമ്മുടെ ഫ്രണ്ടിലുള്ള അതിന് കൊടുക്കണം, ആ ആക്ടിവിറ്റിക്ക്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കൊടുക്കുമ്പോഴാണ് ഇത്രയും ആ ഫോക്കസ് വരുമ്പോഴാണ് ഇത്രയും ഇൻഫർമേഷൻ പ്രോസസ്സ് ചെയ്തിട്ട് ഈ ഡിസിഷൻ എടുക്കാൻ പറ്റുന്നതും ഇത് ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റുന്നതും. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മൈൻഡ് ഫ്ലോ സ്റ്റേറ്റിൽ എൻ്റർ ആണ്. സംഭവം ഇത്രേ ഉള്ളൂ. ഡീപ്പായിട്ട് അതിൽ കോൺസെൻട്രേഷൻ കിട്ടും, ഫോക്കസ് കിട്ടും. ഇനി പറഞ്ഞ 3 സാധനം ക്ലാസ് റൂമിൽ വരുന്നുണ്ടോ എന്ന് നോക്കാം. നമ്മൾ ക്ലാസ്സിലിരുന്ന് ഒബ്സർവ് ചെയ്യും അല്ലേ? ഒബ്സർവ് ചെയ്ത് ടീച്ചർ പറയുന്ന കാര്യങ്ങൾ കേൾക്കും. കേട്ടിട്ട് അത് വെച്ചിട്ട് എപ്പോഴാണ് ആക്ഷൻ എടുക്കുക, ആ ഇൻഫർമേഷൻ നമുക്ക് എപ്പോഴാണ് ആക്ഷൻ എടുക്കേണ്ട ആവശ്യം വരിക? എക്സാം എഴുതുമ്പോഴാണ്. അതിൻ്റെ ഇടയിൽ ഒരു ഡിലേ വന്നില്ല. അപ്പോൾ ഇനി എക്സാം എഴുതിയ റിസൾട്ടിൻ്റെ ഫീഡ്ബാക്ക് എപ്പോഴാണ് നമുക്ക് കിട്ടുക? റിസൾട്ട് വരുമ്പോൾ അല്ലേ? ആ റിസൾട്ട് വരാനും കുറേ ടൈം എടുക്കും, അതിനൊരു ഡിലേ വന്ന്. ഇനി റിസൾട്ട് വന്നിട്ട് അഡാപ്റ്റ് ചെയ്ത് അടുത്ത എക്സാം വരുമ്പോഴല്ലേ നമ്മൾ അടുത്ത കാര്യം നോക്കുക. അപ്പോൾ ഇതിൽ ഡിലേ വരുന്നുണ്ട്, ഇമ്മീഡിയറ്റ് ആയിട്ടൊരു ഫീഡ്ബാക്ക് വരുന്നില്ല. ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള അപ്പം തന്നെ ഫീഡ്ബാക്ക് വരുന്നതുകൊണ്ട്, അപ്പം തന്നെ ഒരു ആക്ഷൻ എടുക്കേണ്ടി വരുന്നതുകൊണ്ട് ആണ് ശരിക്ക് ഈ ഫോക്കസിൻ്റെ ആവശ്യം അവിടെ ഉള്ളത്, അങ്ങനെ പറയണം. അപ്പോൾ ഇവിടെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഫീഡ്ബാക്ക് അവിടെ ഇല്ല ഒന്ന്. അപ്പോൾ രണ്ടാമത്തെ ഈ ഡിസിഷൻ മേക്കിംഗ് അണ്ടർ പ്രഷർ, അവിടെ കുട്ടികൾക്ക് ഈ പറഞ്ഞ ഇൻഫർമേഷൻ വെച്ചിട്ട് ഒരു ആക്ഷൻ എടുക്കേണ്ട കാര്യമില്ല അവിടെ. അത് അപ്പം തന്നെ ആക്ഷൻ എടുക്കേണ്ട ഒരു കാര്യമില്ല, അത് ടൈമുണ്ട്. എക്സാം എഴുതുമ്പോൾ മാത്രമാണ് ആക്ഷൻ എടുക്കേണ്ട കാര്യമുള്ളൂ. പക്ഷേ ഇവിടെ എന്താണോ അവർ ഒബ്സർവ് ചെയ്തത് അത് വെച്ചിട്ട് അപ്പം തന്നെ ഒരു ഡിസിഷൻ തീരുമാനം എടുക്കണം. എടുത്താലാണ് അവർക്ക് കളി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഇവിടെ അതിൻ്റെ കളി തന്നെ ആ കോൺസെൻട്രേഷൻ ഫോഴ്സ് ചെയ്യാണ് ആ ഡിസിഷൻ എടുക്കാനുള്ളത്. അതുപോലെ ഈ ഡീപ്പ് ഫോക്കസ് എന്താണ് വരുന്നത്? നല്ല പാസ് കൊടുക്കണമെങ്കിൽ അത്രയും ഫോക്കസ്ഡ് ആയിട്ടുള്ള മൈൻഡ് അവിടെ ഉണ്ടാവണം. നന്നായിട്ട് കളി ജയിക്കണമെങ്കിൽ, കളിയിൽ നന്നായിട്ട് കളിക്കണമെങ്കിൽ ആ ഒരു ഇൻറ്റൻസ് ഫോക്കസ് അവിടെ വേണം. എത്രത്തോളം കളി ഹാരായി വാറായി വരുന്നു അത്രത്തോളം ഫോക്കസ് കൂടി വരും. അപ്പോൾ ഇത്രയും ഫോക്കസിലാണ് നല്ല പക്ക ഫ്ലോ സ്റ്റേറ്റിൽ കയറി കഴിഞ്ഞാൽ ഈ ലൂപ്പ് പിന്നെയും റാപ്പിഡായിട്ട് സ്പീഡായിട്ട് റണ്ണ് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പോൾ രണ്ട് ടീം അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല മാച്ചായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല എന്താ പറയുക വാറ് കളി എന്നൊക്കെ പറയില്ലേ, അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും എങ്ങനെ അവരിനെ ഇങ്ങോട്ടും ഇങ്ങോട്ടും തോൽപ്പിക്കാമെന്ന് അവരിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്, ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കളിയുടെ ഇടയിൽ അവർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എങ്ങനെ അവരുടെ ഡിഫൻസ് ബ്രേക്ക് ചെയ്യുക, എങ്ങനെ എന്താണ് അവരുടെ വീക്ക് പോയിന്റ്സ് എന്താണെന്ന് ഇങ്ങനെ അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
ഇനി എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ സംഭവം, ഈ പറഞ്ഞ ഇമ്മീഡിയറ്റ് ഫീഡ്ബാക്ക് അല്ലെങ്കിൽ ഈ ഡിസിഷൻ മേക്കിംഗ് അണ്ടർ പ്രഷർ, ഫ്ലോ സ്റ്റേറ്റ്, ഇത് ഫുട്ബോളിൽ മാത്രമല്ല, ഏതൊരു സ്പോർട്ട് ആയിക്കോട്ടെ, ക്രിക്കറ്റ് ആയിക്കോട്ടെ, വോളിബോൾ ആയിക്കോട്ടെ, ഷട്ടിൽ ബാറ്റ് ആയിക്കോട്ടെ, ഏതും ആയിക്കോട്ടെ, അതിലും സെയിം സംഭവം തന്നെയാണ്, കൺസെപ്റ്റ് സെയിം തന്നെയാണ്, മൈൻഡിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ സെയിം തന്നെയാണ്, ഈ ലൂപ്പും സെയിം തന്നെയാണ്. ഫുട്ബോൾ ഞാൻ ഒരു എക്സാമ്പിളായിട്ട് പറഞ്ഞെന്നുള്ളൂ, കാരണം കുറേ ആൾക്കാർക്ക് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ എനിക്ക് പറയാനുള്ളത് എന്തിന് സ്പോർട്സ് മാത്രമല്ല, പാട്ട് പാടുക, ഡാൻസ് കളിക്കുക, അതുപോലെ ആർട്ട് വരക്കുന്ന ആൾക്കാർ, ഇവരൊക്കെ ഒരു ഡീപ്പ് ഫോക്കസ്ഡ് മൈൻഡിലേക്ക് കയറും. അപ്പോഴാണ് അവർക്ക് ആ മൈൻഡ് വരിക, ഫ്ലോ വരിക എന്ന് പറയും. ഇതൊക്കെ അതിന് പിന്നിലൊക്കെ സംഭവം ഈ സംഭവം തന്നെയാണ്, ഫ്ലോ കൺസെപ്റ്റ് തന്നെയാണ്. അപ്പോൾ എൻ്റെ വീഡിയോയുടെ പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറഞ്ഞ ആക്ടിവിറ്റീസിനൊക്കെ അതിൻ്റേതായ ഇമ്പോർട്ടൻസ് ഉണ്ട് കുട്ടികളുടെ ലൈഫിൽ, അവരുടെ ഗ്രോത്തിലും. ഞാൻ സ്കൂളിൽ പഠിച്ചിരുന്നപ്പോൾ എനിക്ക് ആഴ്ചയിൽ ഒരു PT പീരീഡാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ആ PT പീരീഡ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് എനിക്കിപ്പോൾ മനസ്സിലാവും. അല്ലെങ്കിൽ അപ്പോൾ ടീച്ചേഴ്സും പാരൻസും ആരായാലും മനസ്സിലാക്കണം, ഈ കളി ഇതിനൊക്കെ, ഈ നടക്കുന്നതിനൊക്കെ കളി എന്ന് പറഞ്ഞിട്ട് ഒറ്റ വാക്കിൽ നമ്മൾ ഒതുക്കി. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ട്, കുട്ടികൾക്ക് ഇതിന് കുറേ ഗ്രോത്ത്, നല്ല സാധനങ്ങൾ കിട്ടുന്നുണ്ട്. വ്യായാമം മാത്രമല്ല, ഫിസിക്കൽ എക്സസൈസ് മാത്രമല്ല. അപ്പോൾ കുറേ കാര്യങ്ങൾ പഠിക്കാനും അവരുടെ ജീവിതത്തിലേക്ക് ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരുന്ന പല കാര്യങ്ങളും ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഇത് മനസ്സിലാക്കുക. അത്രേ ഉള്ളൂ ഈ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.